ഇവയാണ് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ മൃഗഫാമുകൾ. ഒന്നാമത്തേത്, തായ്ലൻഡിലെ കർഷകർ മുതലകളെ വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേഗത്തിൽ വളരുന്നതിനായി അവയ്ക്ക് ടൺ കണക്കിന് ഇറച്ചി നൽകുന്നു. മുതലകളെ അവയുടെ ഇറച്ചിക്കും ആഡംബര ലെതറിനുമായി വിൽക്കുന്നു. കർഷകൻ ഭാഗ്യവാനാണെങ്കിൽ, അതായത് അവരാൽ തിന്നപ്പെടാതിരുന്നാൽ, ഓരോ മുതലയെയും $3000 വരെ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. രണ്ടാമത്തേത്, ചില രാജ്യങ്ങളിൽ തവളഫാം നടത്തുന്നത് നിയമപരമായ ഒരു ബിസിനസ്സാണ്. ഇത് പുതിയൊരു നിക്ഷേപത്തിലേക്കുള്ള വലിയൊരു കുതിച്ചുചാട്ടമാണ്. ഓരോ തവളയെയും ഏകദേശം $3 വിൽക്കാൻ സാധിക്കും. ഇനിയൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ 150K ഫാമിലിയിലേക്ക് എത്തും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചെയ്തിട്ടുള്ളവർക്കെല്ലാം താങ്ക് യു ഗായ്സ്. അപ്പൊ എങ്ങനെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയല്ലേ? ഇനി നമുക്ക് പോയിന്റിലേക്ക് വരാം. മൂന്നാമത്തത്, ആളുകൾ എന്തിനാണ് ചിത്രശലഭങ്ങളെ ഫാമിൽ വളർത്തുന്നത്? തായ്ലൻഡിൽ ഇവയെ വിവാഹച്ചടങ്ങുകളിൽ പറത്താൻ വേണ്ടിയാണ് വളർത്തുന്നത്. നാലാമത്തേത്, ചൈനയിൽ നിങ്ങളുടെ കൈവശം ഒഴിഞ്ഞ ഒരു റൂമുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ ഒരു തേൾ ഫാമമാക്കി മാറ്റാം. അവ ആവശ്യത്തിന് കാലം അതിജീവിക്കുകയും ഓരോന്നും $30 വരെ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുകയും ചെയ്യും.